ഹായ് കൂട്ടുകാരെ, ഇന്നേ വെള്ളപ്പയറും ഒരു വാഴക്കൂമ്പും കൂടെ നമുക്ക് തോരൻ വെച്ചാലോ. അപ്പം അതിന് വേണ്ടത് ഒരു വാഴക്കൂമ്പ്, കുറച്ച് വെള്ളപ്പയർ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കാന്താരിമുളക്, തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം ഞാൻ ആദ്യം ഇത് അരിഞ്ഞ് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തിരുമ്മി വയ്ക്കട്ടെ കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി, കടുക് പൊട്ടിച്ചു. ഇതാ കുറച്ച് ഉഴുന്നും കൂടെ ഇടണം. അപ്പം ഞാനിങ്ങനെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്മി കുറച്ച് സമയം വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ചുവ മറ. പിന്നെ പാളയംകുടൻ്റെ മാത്രമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. പാളയംകുടൻ്റെ കുടപ്പിന് മാത്രമാണ് കയ്പൊന്നും ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും കയ്പുണ്ട്. പിന്നെ കല്ലിൽ ഉള്ളി, കാന്താരിമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂടി ചതച്ച് വെച്ചേക്കാം. ഇനി കടുക് പൊട്ടി കഴിയട്ടെ, എല്ലാം കൂടെ ഇടണം. കടുക് പൊട്ടി ഉഴുന്നിട്ടു. കറണ്ടില്ല, രാവിലെ തന്നെ കറണ്ട് പോയി. ചമ്മന്തി അരിക്കണ്ടേ, അപ്പം അതിൻ്റെ വ്ളോഗ് ചെയ്യാൻ നോക്കിയിട്ട് കറണ്ടില്ലാത്തതുകൊണ്ട് എല്ലാം അരിഞ്ഞ് വെച്ചേക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ല മൂത്ത മണം വന്നത്. നന്നായി മൂത്ത് കഴിയുമ്പോഴാണ് ഇതല്ല. അങ്ങനെ വെള്ളപ്പയറും വാഴക്കൂമ്പും എല്ലാം അങ്ങനെ ഒലർന്ന് വന്നു കേട്ടോ. ഇനി അവസാനം വേണമെങ്കിൽ ഇച്ചിരി തേങ്ങ ചേർത്താൽ അത്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി തേങ്ങ ചേർക്കട്ടെ. ഒരു 2-3 പേർക്ക് കഴിക്കാം. അപ്പോൾ ഉപ്പ് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.